Lord, I love you, give you glory. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വി ആർ അണ്ടർ ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റിലാണ്, പരീക്ഷയിലാണ്. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ അവൻ ജീവിതത്തിലൂടെയുള്ള കിരീടം പ്രാപിക്കും. ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നയിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നല്ലത്. തുടർന്ന് ഉള്ള നാളുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സന്ദേശമാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് 2024 ഇയർ എൻഡിങ്ങിലെ 3 ദിവസത്തെ താങ്ക്സ് ഗിവിംഗ് പ്രയറിൽ, ക്രോസ് ഓവർ മീറ്റിങ്ങിൽ ദൈവം തന്നിരിക്കുന്ന ആ ടൈറ്റിലാണ് God's favor will save us, so grow in the favor of God. ദൈവപ്രസാദം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് ദൈവപ്രസാദത്തിൽ വളരുക. എന്താ പറഞ്ഞേ? ദൈവപ്രസാദം നമ്മെ രക്ഷിക്കും. അതുകൊണ്ട് ദൈവപ്രസാദത്തിൽ വളരുക. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനാ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിവില്ലാത്തവനായിരുന്നു, പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചു. പല വിധത്തിലും. ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പ് പണിയുടെ ഇടയിൽ, റബ്ബർ തോട്ടത്തിനിടയിൽ, അവിടുത്തെ കാടുകളൊക്കെ വെട്ടിക്കളയുന്നതിൻ്റെ ഇടയിൽ ഇപ്പം ഞാനും കൂടെ നിൽക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ അത് അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എന്തോ എൻ്റെ കാലിൽ കൂടി എന്തോ ഇഴഞ്ഞു പോകണം. കാലിലൂടെ ഇതിലൂടെ ഇവിടെ ഇഴഞ്ഞിങ്ങനെ പോവുക. അപ്പം ഞാൻ വേറൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ പാൻ്റ് അങ്ങ് കീറിപ്പോയി. എന്തായെന്നറിയാമോ? മരം വെട്ടിക്കൊണ്ടിരുന്ന ആളുടെ കയ്യിലെ മിഷ്യൻ വാളായിരുന്നു ഇരുന്നത്. മിഷ്യൻ വാൾ കേട്ടിട്ടുണ്ടോ? മിഷ്യൻ വാൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് പലരും മരിച്ചിട്ടുണ്ട്. വെട്ടുന്ന ആൾ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അറിയാതെ കയ്യിൽ വെച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്, നേരെ ഇങ്ങ് മറിഞ്ഞ് ഇവിടെ ഇട്ടങ്ങനെ കൊണ്ട് കഴുത്ത് കട്ട് ചെയ്തു പോയി, ഉടനെ താഴെ പോയി. ഒരു നിമിഷം മതി. അതിൻ്റെ ആ കത്തി കൊണ്ടാൽ, ബ്ലേഡ് കൊണ്ടാൽ മാംസം പിശർ പോലെ ചെതറിപ്പോവും. കൂട്ടാൻ പോലും പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ മരം വെട്ടിക്കൊണ്ടിരുന്ന ആള് ശ്രദ്ധിച്ചില്ല. ആ മിഷ്യൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഓഫ് ഉണ്ടായിരുന്നു, അത് ഓഫായില്ല. ആ മിഷ്യൻ എൻ്റെ കാലിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. പാൻറ് കീറി. പക്ഷെ കർത്താവിൻ്റെ കരുണയാൽ മാംസത്തിൽ തൊടാതെ, ഒരു തുള്ളി രക്തം പോലും വരാതെ സ്വർഗത്തിലെ ദൈവം കാത്തു. അന്ന് കാത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. അത് ഭയങ്കര അപകടം പിടിച്ചൊരു മിഷനാണ്. അത് എവിടെയെങ്കിലും കൊണ്ടാ ചെതറിപ്പോവാ ഭാഗം. ആ പാൻറ് ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അവർ പറഞ്ഞത് റിപ്പയർ ചെയ്യാൻ പ്രയാസമാണ്. ഇത് ഒന്ന് മാത്രമല്ല, പല അപകടങ്ങളും ജീവിതത്തിൽ പല മേഖലയിലും മുമ്പിൽ കടന്നു വരുമ്പോൾ
സ്വർഗത്തിലെ ദൈവം കാക്കുവാനിടയായിട്ടുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ രാത്രി ഇങ്ങനെ പോരുക, ചില ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോരുക. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഇരുട്ടാ, ഒരാൾ ടോർച്ച് അടിച്ചിട്ട് പറഞ്ഞു, ദേ പാസ്റ്ററുടെ കാലിൻ്റെ അവിടെ ഒരു പാമ്പ്, ഇത്ര ഒരു 6 ഇഞ്ച് ഇത്ര നീളം, ഇത്ര ഭാഗമുള്ളൂ. ഞാൻ കാലിൽ കൂടെ തൊട്ടടുത്തൊരു പാമ്പ് നിൽക്കണം. കർത്താവ് കരുതുന്നു. വിഷയങ്ങൾ അതുവഴി ഈ വഴിയൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം ദൈവം നടത്തിക്കൊണ്ടുപോവുക. പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മളുടെ മുൻപിൽ വരുന്ന കാലം എന്ന് പറയുന്നത് വളരെ എളുപ്പം മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന കാലമല്ല. നമ്മളുടെ ശക്തി കൊണ്ടും നമ്മളുടെ ബുദ്ധി കൊണ്ടും നമ്മളുടെ വൈഭവം കൊണ്ടും മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന കാലമല്ല. ഇനി ദൈവപ്രസാദത്തിൽ പോകേണ്ട കാലമാണ്. ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട കാലമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫിസിക്കൽ വിഷയങ്ങളാണ്. ഇതിപ്പോൾ ആ മിഷൻ വാള് ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചെങ്കിൽ പാൻറ് കട്ട് ചെയ്തതുപോലെ തന്നെ അവിടുത്തെ ഞരമ്പുകളും ഒക്കെ കട്ടായി പോകും. പിന്നെ അത് കൂട്ടി വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ചതറിപ്പോകും. മറ്റു പാമ്പ് കടിച്ചെങ്കിലും ശരീരത്തിനെ കടിയൊക്കെ ഉള്ളൂ. പക്ഷേ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി നമ്മുടെ സോളിന് കടിയേക്കാതിരിക്കാൻ നോക്കണം. നമ്മുടെ സോളിലെ പാപമാണ് ശരീരത്തിലുള്ള ഏത് രോഗത്തെക്കാളും ഏത് മുറിവിനേക്കാളും വലിയത്. ശരീരം കുറച്ച് നാൾ ഇവിടെ ഉള്ളൂ. എന്നാൽ നമ്മുടെ സോളിൽ ഒരു പാപത്തിൻ്റെ ചിന്ത പോലും വരാതെ നമ്മളെ സൂക്ഷിക്കാൻ കഴിവുള്ളത് നമ്മളുടെ ദൈവമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഫേവർ, ദൈവപ്രസാദം നമ്മളെ വിഷയങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിടയാകും. ദൈവപ്രസാദം. അതുകൊണ്ട് ദൈവപ്രസാദത്തിൽ വളരുക. ദൈവപ്രസാദത്തിൽ വളരുക. ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും എല്ലാവരോടും പ്രസാദം ഉണ്ടാവില്ല. എല്ലാവരും ഒരുപക്ഷെ എല്ലാവരോടും സംസാരിച്ചെന്നിരിക്കാം, വഴക്കാണെങ്കിൽ പോലും സംസാരിച്ചെന്നിരിക്കാം. പക്ഷെ എല്ലാവർക്കും എല്ലാവരോടും പ്രസാദം ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിക്കാരത്തിയുണ്ട്, നിങ്ങൾ ആ ജോലിക്കാരത്തിയോട് സംസാരിക്കും, പക്ഷേ അവളിൽ പ്രസാദം ഉണ്ടാകണമെന്ന് ഇല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യം കാണാം. സഭാപ്രസംഗി 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം, മരണത്തെക്കാൾ കയ്പായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു. മരണത്തെക്കാൾ കയ്പ്. അതായത് മിഷൻ വാൾ കൊള്ളുന്നതല്ല, പാമ്പ് കടിക്കുന്നതല്ല, മരണത്തെക്കാൾ കയ്പായിട്ടുള്ളത്. ചില സ്ത്രീകളുടെ കയ്യിൽ വീണു പോകുന്നത്, പാപത്തിൽ വീണു പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിയെ കൊടുക്കാൻ, പാപത്തിൽ കൊടുക്കാൻ പിശാച് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പുരുഷനേക്കാൾ ഉപരി സ്ത്രീയെയാണ്. ആദ്യ കുടുംബത്തെ വീഴ്ചത് ആരിലൂടെയാ?
സ്ത്രീയിലൂടെ. ദൈവഭക്തനായ ജോബിനെ വീഴിക്കാൻ നോക്കിയത് ആരിലൂടെയാ? സ്ത്രീയിലൂടെ, തന്റെ ഭാര്യയിലൂടെ. ചാച്ചോ, എന്തിനാ ഇനി ഭക്തി പിടിച്ചോണ്ടിരിക്കണേ? എന്തിനാ ഭക്തി പിടിച്ചോണ്ടിരിക്കണേ? ദൈവത്തെ ശപിച്ചു പറഞ്ഞിട്ട് പോയി മരിക്കാൻ നോക്ക്. ലോത്ത് ദൈവകൽപ്പനയാൽ മുമ്പോട്ട് ഓടിക്കുക. പിൻപോട്ടുള്ള ശക്തി ആരായിരുന്നു? എന്റെ ഭാര്യ. കർത്താവ് യേശു അതുകൊണ്ട് എന്നാ പറഞ്ഞേ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. സ്ത്രീജനം എന്നോട് വിരോധം വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ബൈബിളിൽ അറിയാം. ദൈവവചനം പറയുന്നു, സ്ത്രീജനം ബലമുള്ള പാത്രം എന്നറിഞ്ഞ്. അങ്ങനെയാണോ? ദൈവവചനം പറയുന്നു സ്ത്രീജനം ബലഹീന പാത്രം. അപ്പൊ ബലഹീന പാത്രത്തിലൂടെയാണ് പിശാചി കയറാൻ തുടങ്ങുന്നത്. എവിടെ ബലം കുറഞ്ഞോ അതിലൂടെ ആയിരിക്കും കയറുന്നേ. ഹല്ലേലൂയ. സൈന്യങ്ങൾ, ഒരു രാജ്യത്ത് നിറച്ച് സൈന്യം പ്രൊട്ടക്ഷനായി നിൽക്കുക. പക്ഷേ അവർ മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് സൈന്യം കുറവാണ്, അതിലൂടെ ഇടിച്ച് കയറി ശത്രു. അപ്പോൾ സഹോദരിമാരെ എല്ലാം ഓർപ്പിക്കുന്ന കാര്യം, നിങ്ങൾ എന്താകണം? നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ബലമുള്ളവരാകണം. പണിയുന്നവരായി തീരണം, തകർക്കുന്നവരായിട്ടല്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഭോഷത്വമുള്ളവൾ അവൾ സ്വന്തം കയ്യാലെ തൻ്റെ കുടുംബത്തെ തകർത്ത് കളയും. എന്നാൽ സാമർത്ഥ്യമുള്ള ജ്ഞാനമുള്ള സ്ത്രീ അവൾ പണിതെടുക്കും. അങ്ങനെ ജ്ഞാനമുള്ള സ്ത്രീയായി മാറണം. എല്ലാ സഹോദരിമാരും, ഈ കൂട്ടത്തിൽ ശബ്ദ കാഴ്ച വരുന്ന എല്ലാ സഹോദരിമാര് തങ്ങളുടെ ബലഹീനത എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ബലഹീനതയെ ബലമാക്കി മാറ്റിക്കൊണ്ട് ജ്ഞാനമുള്ളവരായി കുടുംബത്തെ പണിതെടുക്കുന്നവരായി മാറണം. ആ വാക്യം ഒന്ന് വായിച്ച് 7:26. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സഭാപ്രസംഗി 7:26 അല്ലേ? 26-27 വായിച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ. അത് മരണത്തെക്കാൾ കയ്പ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിപ്പെടും. ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവപ്രസാദം നിന്നെ രക്ഷിക്കുമെന്ന്. ദൈവപ്രസാദം കുഞ്ഞെ നിന്നെ അവളുടെ കുടുക്കിൽ വീഴാതെ, നിന്നെ അവളുമായി ബന്ധപ്പെട്ട പാപത്തിലേക്ക് നിന്നെ നയിക്കാതെ നിന്നെ വിടുവിക്കും. ദൈവപ്രസാദം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോ ആ വ്യക്തിയുടെ കഴിവല്ല, ആ വ്യക്തിയുടെ ഗുണമല്ല ആ വ്യക്തിയെ വിടുവിച്ചത്. എന്താ വിടുവിച്ചേ? ദൈവപ്രസാദം. പറഞ്ഞേ, ദൈവപ്രസാദം എന്നെ വിടുവിക്കും. ദൈവപ്രസാദം എന്നെ വിടുവിക്കും. അപ്പൊ എനിക്ക് എന്നാ വേണം? ദൈവപ്രസാദം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇതാ ജീവിത പങ്കാളി അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരെത്തി ഒരു കടബാധ്യതയിൽ കുടുങ്ങിപ്പോയാൽ കയ്യിലുള്ള പൈസ കൊണ്ടത് വിടുവിക്കാം. പക്ഷേ ഇവിടെ പണം കൊണ്ട് വിടുവിക്കാൻ പറ്റുമോ? വിടുവിക്കാൻ പറ്റില്ല. കാരണം ഏതൊരു പുരുഷനും ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ, അവിടെ പറയണം അവളുടെ ഹൃദയത്തിൽ നിറയെ വലകളാ. ഹൃദയത്തിൽ വലകളാ. കൊടുക്കാൻ വേണ്ടി അവൾ വരുന്നേ, അങ്ങനെ ചിന്തിച്ചോണ്ടാ വരുന്നേ. അവളുടെ കുടുക്കിൽ നിന്ന് പുരുഷൻ രക്ഷപ്പെടാൻ എളുപ്പം പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നു ദൈവപ്രസാദമാ പുരുഷനെ രക്ഷിക്കും. സഹോദരിമാരെ മനസ്സിലാക്കുക, ഈ നാളിൽ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ പാപത്തിൽ വീഴാതെ ദൈവം നമ്മളെ രക്ഷിക്കും. നമ്മുടെ കഴിവല്ല, ദൈവപ്രസാദം. അതുകൊണ്ട് ദൈവപ്രസാദത്തിൽ വളരണം.
ദൈവപ്രസാദം. ദൈവപ്രസാദത്തിൽ വളരുവാൻ എങ്ങനെ കഴിയുമെന്നാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് വലിയൊരു ട്രാജഡി വന്നു. സാധാരണപ്പെട്ടൊന്നുമല്ല. ഈ ലോകം മുഴുവൻ വെള്ളം കൊണ്ട് ദൈവം നശിപ്പിച്ചു. ലോകം മുഴുവൻ നശിപ്പിച്ചു. ഈ ലോകം മുഴുവൻ ദൈവം നശിപ്പിച്ചപ്പോ നോഹയെ ദൈവം കാത്തു. എന്താ കാത്തെന്ന് അറിയാമോ? അവരെഴുതിയിരിക്കുന്നു, നോഹയ്ക്ക് ദൈവപ്രസാദം ലഭിച്ചു, നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. അപ്പൊ ദൈവപ്രസാദത്തിൽ എങ്ങനെ നടക്കണമെന്ന് നാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. ദൈവപ്രസാദം ലഭിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ കയ്യിൽ നിൽക്കാത്ത ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുകയുള്ളൂ. അപ്പൊ ഇനി നമ്മളുടെ മുൻപിൽ ലോകത്ത് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും, എത്ര പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും, പത്രോസിന്റെ കാര്യം കണ്ടില്ലേ? എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിച്ചതാ അല്ലേ? പക്ഷെ അവിടെ ഒരു ബാല്യക്കാരത്തി പെണ്ണ്, ഒരു പെണ്ണ് വായിലൂടെ ഒരു കാര്യം നീ ചോദിച്ചോളൂ, നീയോ ആ നസറായന്റെ കൂടെ ഉള്ളവനല്ലേ? ഒരൊറ്റ വാക്കാ. പത്രോസ് വീണുപോയി. പത്രോസ് വീണുപോയി. വീഴാതിരിക്കാനുള്ള മാർഗം യേശു നേരത്തെ പറഞ്ഞു കൊടുത്തതാ. എന്താ പറഞ്ഞു കൊടുത്തേ? പ്രാർത്ഥനയ്ക്ക് പോകാനോ? ആരാധിക്കാനാ? എന്താ പറഞ്ഞു കൊടുത്തേ? പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിച്ചില്ല. എന്തിനു സ്പെസിഫിക് ആയിട്ടാ പറഞ്ഞേ? കാരണം ക്രിസ്തു പറഞ്ഞു, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എൻ്റെ അപ്പനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്തിനാ അപ്പം കൊടുക്കാൻ പോയല്ലേ? അപ്പം കൊടുക്കും. യോബിനെ പാറ്റാൻ അനുവാദം ചോദിച്ചപ്പോ കൊടുത്ത അപ്പൻ ഇവിടെയും കൂടി അനുവാദം കൊടുത്തു. ഓനെ ക്രിസ്തു നമ്മുടെ മധ്യസ്ഥൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് മധ്യസ്ഥന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നീ വീഴും, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞ് നീ തിരിച്ചു വരികയും ചെയ്യും. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞ് നീ തിരിച്ചു വന്നിട്ട് നിന്റെ സഹോദരങ്ങളെ, പിന്മാറ്റത്തിൽ പോയ സഹോദരങ്ങളെ നീ ഉറപ്പിച്ചോളണം. ഹല്ലേലൂയ. ദൈവപ്രസാദത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഇതാ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. അതിൻ്റെ 7-ഉം 8-ഉം വാക്യം വായിച്ച്. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പൊ ഒരു ക്രൈസിസ് ഉണ്ടാകാൻ പോവാ. ലോകം മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോവാ. ആ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള ജീവിതകാലം ഈ ദൈവകൃപയിൽ, ദൈവപ്രസാദത്തിൽ ഓടിക്കൊള്ളണം. ദൈവപ്രസാദത്തിൽ ഓടിക്കൊള്ളണം. എങ്കിലേ നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റും. നേരത്തെ കേട്ടു,
ആ ഹൃദയത്തിൽ വലകളുമായി ആ സ്ത്രീ ഒരുപക്ഷെ ഭയങ്കര സൗന്ദര്യമായിരിക്കും, ഒരു ചാമിങ് എഫക്റ്റ് ആയിരിക്കും, ഭയങ്കര സ്നേഹം അഭിനയിക്കും, പലതും ചെയ്യും. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പല സ്ത്രീകളും വിവാഹം കഴിക്കുന്നത് തന്നെ, എല്ലാ സ്ത്രീകളും ഇല്ല, നല്ല സ്ത്രീകളുണ്ട്, വേറെ ഒന്നുമല്ല നോക്കണേ, ആ പുരുഷന്റെ സ്വത്ത. അവളുടെ ഹൃദയത്തിൽ അവൾ വലയം കൊണ്ടാ പോണേ. എന്തിനാണെന്നറിയാമോ? ആദ്യം തന്നെ മൊത്തം അസസ് ചെയ്യും, എത്രയുണ്ട് ഇവനെന്ന്. ഉള്ളവനെ പിടിക്കുള്ളൂ, എന്നിട്ട് പോയി വിവാഹം കഴിക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നാൾക്കുള്ളിൽ ആ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള എല്ലാ വഴികളും നോക്കും. ഇത് കഴിയുമ്പോൾ ഡൈവോഴ്സ്, അടുത്തവനെ പിടിക്കും. വലകളാ, ഹൃദയത്തിൽ വലകളും കൊണ്ടായി പോണേ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവപ്രസാദമുള്ളവനെ അവനൊന്നും ചെയ്തിട്ടല്ല, ദൈവം അതിൽ നിന്ന് വിടുവിക്കും. ദൈവം അതിൽ നിന്നൊക്കെ വിടുവിക്കും. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, പാപിയോ അവളാൽ പിടിക്കപ്പെടും. കഴിയുമ്പോഴോ മനസ്സിലായി, ഞാൻ കുടുങ്ങിയല്ലോ ദൈവമേ. അപ്പൊ പാപിക്ക് ദൈവപ്രസാദം ജീവിക്കാൻ പറ്റില്ല. നോഹയ്ക്ക് ദൈവപ്രസാദം ലഭിച്ചതിന്റെ കാര്യം അതിന്റെ തൊട്ട് താഴെ അടുത്ത വാക്യത്തിൽ പറയാണ്, നോഹയുടെ തലമുറയിൽ നീതിമാനായിരുന്നു. ഒന്ന് വായിച്ചേ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. കണ്ടോ നോഹയ്ക്ക് ദൈവപ്രസാദം ലഭിക്കാൻ കാരണം നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ദൈവം ഹൃദയം നോക്കുന്ന ആളാ. ഹൃദയം നോക്കുമ്പോ അറിയാം ഇവളുടെ ഹൃദയത്തിൽ വലയാണോ നിഷ്കളങ്കതയാണോ എന്ന്. ഇവളാ വാക്ക് പറഞ്ഞത്, ഇവനാ വാക്ക് പറഞ്ഞതിന്റെ പിന്നിലെ അടിസ്ഥാനം എന്താണെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇത് നമ്മുടെ ജീവിത പങ്കാളിക്ക് അറിയത്തില്ല, നമ്മുടെ മക്കൾക്ക് അറിയത്തില്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അറിയത്തില്ല നമ്മുടെ ഹൃദയത്തിൽ എന്ത് വെച്ചോ സംസാരിക്കണേന്ന്. പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ക്രെഡിബിലിറ്റിയിൽ വളരണം. ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഈ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഇതൊരു ആവശ്യമാണ്. നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പല സാധനങ്ങളും വാങ്ങേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വാങ്ങുന്നതെല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങണം. കാരണം നിങ്ങൾക്ക് ആരും ക്രെഡിറ്റ് തരില്ല. ക്രെഡിറ്റ് തരണമെങ്കിൽ അതിനു മുമ്പ് ക്രെഡിബിലിറ്റി വേണം. മലയാള വാക്കെന്ന് പറഞ്ഞ വിശ്വാസ്യത എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൻ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, മോനൊരു ബിസിനസ് തുടങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പന്റെ കെയർ ഓഫിൽ മോന് ക്രെഡിറ്റ് കിട്ടും. അല്ലാണ്ട് ഫ്രഷ് ആയിട്ടൊരു ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് ക്യാഷ് കൊടുത്ത് സാധനം ഇറക്കണം. അപ്പൊ ഈ സാധനം തരുന്ന ആ കമ്പനി അല്ലെങ്കിൽ ആ ഷോപ്പിന്റെ എത്രത്തോളം ഈ വ്യക്തിയിൽ ആ ഷോപ്പ് ഉടമയ്ക്ക് അല്ലെങ്കിൽ ആ കമ്പനിക്ക് വിശ്വാസമുണ്ടോ അത്രത്തോളമാണ് ക്രെഡിറ്റ് അനുവദിക്കുന്നത്. ഇതേപോലെ ദൈവഹൃദയത്തിൽ നമുക്ക് ക്രെഡിറ്റ് ഉണ്ടോ? ക്രെഡിബിലിറ്റി ഉണ്ടോ? അതാണ് ദൈവപ്രസാദം. മനസ്സിലായോ? അതാണ് ദൈവപ്രസാദം. ദൈവം ചില ഭാഗത്ത് പറയുന്നുണ്ട്, നമുക്ക് പുറകെ ചിന്തിക്കാം.
ദേശത്തിലെ ജനങ്ങൾ പാപം ചെയ്ത് ഞാൻ ദേശത്തെ അപ്പമെന്ന കോല് ഒടിച്ചു കളയും, എന്നിട്ട് ഞാൻ അവരെ ശിക്ഷിക്കും. പക്ഷെ ഈ സമയത്ത് നോഹയും ദാനിയേലും ജോബും ഒരുമിച്ച് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നാൽ അവരുടെ പ്രാർത്ഥന കൊണ്ടൊന്നും ഞാൻ ഈ പ്രാർത്ഥന കേൾക്കത്തില്ല. പിന്നെ അവരുടെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് മാത്രമേ സൗഖ്യം കിട്ടുള്ളൂ. കണ്ടോ, എന്തോ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ദൈവം നോഹയും ജോബും ദാനിയേലും ഒക്കെ കയറ്റിവിട്ടത് എന്ന് നമുക്ക് തോന്നും. വേറൊന്നുമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തികളാണ് അവര്. ദൈവത്തിനറിയാം ഇന്നിന്ന ആളുകളൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കയറി സ്ഥാനം പിടിച്ചിരിക്കുക. മോനെ മോളെ, നീ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കയറി സ്ഥാനം പിടിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്. ഹല്ലേലൂയ. ജോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്താ? എത്രയൊക്കെ വിഷയങ്ങൾ അവന്റെ നേരെ ഞാൻ വിട്ടു, പിശാച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവന്റെ മക്കളൊക്കെ മരിച്ചു, അവന്റെ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു, അവന്റെ ഒട്ടകമൊക്കെ പോയി, അവന്റെ ബിസിനസ്സൊക്കെ പോയി, അവന് പല പല ദോഷങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അവന്റെ ശരീരം മുഴുവൻ രോഗമായി മാറി. അവന്റെ ഭാര്യ വരെ പറഞ്ഞു ഈ ദൈവത്തെ തള്ളി പറയാൻ. പക്ഷെ അവൻ തള്ളി പറഞ്ഞോ? ദൈവഹൃദയത്തിൽ വളരുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യനാളുകളിൽ പ്രത്യേകിച്ച് നാം ദൈവഹൃദയത്തിൽ വളരുക. ദാനിയേലിനെ കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിനെ കുറിച്ച് ദൈവസന്നിധി എന്നൊരു ദൂതൻ ഭൂമിയിലേക്ക് വന്നപ്പോ വിളിച്ച പേര് എഞ്ചിനീയർ ദാനിയേലെ, മന്ത്രി ദാനിയേലെ, പ്രധാനമന്ത്രി ദാനിയേലൊന്നും അല്ല വിളിച്ചേ. അതൊക്കെ ഭൂമി ഇട്ട് കൊടുക്കുന്ന ടൈറ്റിലുകളാ. ഇതാ ദൂതം വിളിച്ചത് ദ മോസ്റ്റ് ബെലവഡ് പേഴ്സൺ, MVP, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. ഇത് കണ്ടോ, ക്രെഡിബിലിറ്റി കണ്ടോ? ദൈവഹൃദയത്തിൽ ആ ക്രെഡിറ്റിൽ വളരുകയാണ്, ദൈവത്തിന്റെ വിശ്വാസത്തിൽ വളരുകയാണ്. ഇതേപോലെ ആയി തീരണം നമ്മൾ അന്ത്യനാളിൽ. നമുക്ക് വളരാൻ പറ്റാത്തതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. നോഹ നമ്മൾ കേട്ടു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു ക്രൈസിസ് വന്നിട്ട് ദൈവം നോഹയെ മാത്രം അതിൽ നിന്ന് രക്ഷിച്ചു. മാത്രമല്ല, നോഹയുടെ കൂടെ നിൽക്കാൻ വിരലിലുണ്ടാവുന്ന ചിലരുണ്ടായിരുന്നു, അവരെയും കൂടി രക്ഷിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ എൻഡ് ടൈമിൽ നമ്മൾ വളരേണ്ടത് മനുഷ്യഹൃദയങ്ങളിലല്ല, ദൈവഹൃദയത്തിൽ വളരണം. ദൈവഹൃദയത്തിൽ. നമ്മൾ ഈ ലോകത്തെല്ലാ ബിസിനസ്സുകാരും സകലതും എവിടെ വളരാനോ നോക്കണമെന്ന് അറിയാമോ? സകലരും, എല്ലാ ബിസിനസ്സുകാരും മനുഷ്യഹൃദയങ്ങളിലാണ്. നിങ്ങൾ ഒരുപക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ബോർഡ് കാണും, ഒരു കട്ടൗട്ട് കാണും. ആ കട്ടൗട്ടിൽ ഇങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്, ഗോദ്രേജ്, അല്ലെങ്കിൽ പാനസോണിക്, അല്ലെങ്കിൽ കോൾഗേറ്റ്. അപ്പൊ ഈ ഗോദ്രേജ് എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ പാനാസോണിക് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചുമ്മാ എന്തിന് ഇത്രയും പൈസ കൊടുത്തൊരു പാനാസോണിക് എന്നായിട്ട് എഴുതി വെച്ചേക്കണേ? അവരെന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ വളരുകയാണ്. ആ പാനാസോണിക് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പാനാസോണിക് എന്ന ബ്രാൻഡ് ഒന്നും കൂടി സ്ഥാനം പിടിച്ചു. അവർ ബിസിനസ്സുകാർ ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വളരുകയാണ്. രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വളരുകയാണ്. അവർക്ക് ഗ്യാസ് കൊടുക്കുന്നു ഫ്രീ, അവർക്ക് കിറ്റ് കൊടുക്കുന്നു ഫ്രീ, അവർക്ക് മണ്ണെണ്ണ കൊടുക്കുന്നു ഫ്രീ. മനുഷ്യ ഹൃദയങ്ങൾ വളരുകയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മുടെ ഹൃദയങ്ങളിൽ വളർന്നെങ്കിൽ മാത്രമേ അടുത്ത വോട്ടിൽ അവർക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, എങ്കിലും അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ വളരേണ്ടത് ദൈവഹൃദയത്തിൽ വളരുക.
ദൈവം എന്തെങ്കിലും കാര്യം ചിന്തിക്കുമ്പോൾ ദൈവം ഓർക്കണം നമ്മുടെ പേര്. അത്തിയുടെ കീഴിലിരിക്കുന്ന ദാനിയേൽ നടന്നു വരുന്നത് കണ്ട് യേശു വിളിച്ചു പറയാണ്. അവിടെ പള്ളിയിൽ പ്രസംഗിക്കുന്ന അച്ഛന്മാരെ, പുരോഹിതന്മാരെ, പരീശന്മാരെയൊക്കെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറേ. അപ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ അവരെ കുറിച്ചുള്ള ക്രെഡിബിലിറ്റി കണ്ടോ? പുറമെ ഭയങ്കര പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരക്ക് പിടിച്ചായിരിക്കും പോണേ. വെള്ള തേച്ച ശവക്കല്ലറേ. എന്നാൽ ഇതാ നദനിയേൽ എന്ന ഒരു സാധാരണ വ്യക്തി ഇങ്ങനെ നടന്നു വരികയാ. ഉടനെ യേശു ക്രിസ്തു ആ വ്യക്തി നോക്കിയിട്ട് പറയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ. പ്രസംഗകരെ കാപ്പട്യനായും എന്നാൽ ഹൃദയത്തിൽ നിഷ്കളങ്കത കരുതി നടന്നൊരു സാധാരണക്കാരനെ യഥാർത്ഥ ഇസ്രായേലിൽ നിന്നും തിരിച്ചറിയുന്ന യേശു ക്രിസ്തുവാ ഇനി നമ്മളെ ന്യായം വിധിക്കാൻ പോണേ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ ഇത് മനസ്സിലാക്കി ദൈവഹൃദയത്തിൽ ക്രെഡിബിലിറ്റി ഉള്ളവരായി, വിശ്വാസ്യതയുള്ളവരായി നാം വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയൂ. അല്ല എങ്കിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. നമ്മൾ വീണുപോകും. വശ്യമായ ഒരു സ്ത്രീ ചിരിച്ചാൽ അവളുടെ പുറകെയാകും. അവളുടെ ഹൃദയത്തിലെ ലക്ഷ്യങ്ങൾ നമുക്ക് അറിയത്തില്ല. സ്ത്രീ മാത്രമല്ല, സ്ത്രീകളെ ചതിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പന് പണമുണ്ടെന്നറിഞ്ഞ് പെണ്ണിനെയല്ല നോക്കുന്നേ, അപ്പന്റെ പണത്തെയാണ് നോക്കുന്നത്. ഒരിക്കൽ ഞാൻ കേൾക്കുവാനിടയായി, ഇതാ മോളെ കല്യാണം കഴിച്ചു വന്ന് അപ്പനെ ഭീഷണിപ്പെടുത്തി മരുമോൻ സ്വത്ത് തനിക്ക് എഴുതി വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പൻ എന്ത് ചെയ്തു? ആ സ്വത്തൊന്നും ആ മകന് കൊടുക്കാതെ തൻ്റെ മകന്റെ പേര് സകല സ്വത്ത് എഴുതി വെച്ചിട്ട് അപ്പൻ പോയി ചാടി ചത്തു. അപ്പനും ചെയ്ത വിവരമില്ലായ്മ, വിവാഹം കഴിച്ചത് വേറെ രീതിയിൽ, എല്ലാ ഹൃദയത്തിലെ ചിന്തകൾ തിരിച്ചറിയാതെ പുരുഷനും സ്ത്രീയും എടുക്കുന്ന തീരുമാനം, ഇവിടുന്ന് ഒക്കെ രക്ഷപ്പെടണോ? ദൈവഹൃദയത്തിൽ നാം വളരണം, ദൈവപ്രസാദത്തിൽ വളരണം. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരാണ്, എന്താണെന്ന് നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കുറെയൊക്കെ തിരിച്ചറിയാൻ പറ്റും, പക്ഷേ യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. പക്ഷേ അവിടെ നമ്മുടെ കണ്ണ് ദൈവത്തിന്റെ കണ്ണായിരിക്കണം, നമ്മുടെ കൈകൾ ദൈവത്തിന്റെ കൈകളായിരിക്കണം. കാരണം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് മുഴുവൻ ദൈവമായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണോ? ദൈവ ശരീരത്തിൽ ക്രിസ്തുവിൽ നീ ഒരു അവയവമായി മാറണം. അതിനുവേണ്ടി ഓൾറെഡി നമ്മളെ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഹൃദയത്തിൽ കാപ്പട്യം ഉണ്ടാകരുത്. അപ്പൊ ഉണ്ടാകരുതെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെ ഹൃദയത്തിൽ ഈ സംഭവമുണ്ട്. നിഷ്കളങ്കനായി ദൈവം മുമ്പാകെ നടക്കുക. അബ്രഹാമോട് പറഞ്ഞൊരു കാര്യം, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ. ഏറ്റവും പല പ്രതിഫലങ്ങളുമുണ്ട്, അതിൽ ഏറ്റവും മഹത്തമായ പ്രതിഫലമാണ് നമ്മളുടെ അപ്പൻ. ഈ അപ്പനിൽ കുറഞ്ഞത് ഒന്നും എനിക്ക് വേണ്ട. അപ്പനുണ്ടോ? എനിക്കും നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. അപ്പനില്ലയോ? ഒന്നുമില്ല, ഉള്ളതെല്ലാം വട്ടപ്പൂച്ചയോ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് തെസ്സലോനിക്കർ 4:1 കടന്നു വരുമ്പോൾ അവിടെ പറയാണ്, ദൈവപ്രസാദത്തിൽ നടക്കുക. 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്
ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഒന്നുകൂടി വായിച്ചേ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം? ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം? അതിന്റെ 3-ാം വാക്യം പറയുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കണം. അതെന്താണെന്നറിയാമോ? നമ്മളുടെ ശുദ്ധീകരണം തന്നെ. ദൈവപ്രസാദം ലഭിപ്പാൻ ദൈവത്തിന്റെ ഇഷ്ടമായ ശുദ്ധീകരണത്തിൽ നടക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കുഞ്ഞെ, നീ ചിന്തിച്ചോ? പലരുടെയും ചിന്ത ഇങ്ങനെയാണ്, ഞാനൊരു വീണ്ടും ജനിച്ച കുടുംബത്തിലാണ് ജനിച്ചത്, ഇനി എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി. പ്രാർത്ഥനയ്ക്ക് പോകണം, നല്ലതാ. ആ ദേവദാസന് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. 3 പാട്ടും സങ്കീർത്തനവും ഒക്കെ കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ദൈവപ്രസാദം കിട്ടും, ഞാൻ അങ്ങ് പോകും. എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, സംഭവിക്കത്തില്ല. ദൈവപ്രസാദം വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പൊ ശുദ്ധീകരണം ഒന്ന് കാഴ്ചപ്പാടില്ലാതെ ഞാൻ പാട്ട് കേട്ടാ മതി, ഞാൻ സങ്കീർത്തന വായന കേട്ടാ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, കുഞ്ഞെ, നിന്റെ ചിന്ത ഒരബ്ദമാണ്. ദൈവപ്രസാദം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരണം. നമ്മൾ നീതിമാന്മാരായി നിലകൊള്ളണം. ഹൃദയത്തിൽ തിന്മകൾ വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ പലരെക്കുറിച്ചും തിന്മ ചിന്തിച്ചുകൊണ്ട്, ഇവൻ ചിന്ത പോലും ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയത്തിലെ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം വീക്ഷിക്കുന്നത്. സ്വന്തം സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് തിന്മ ചിന്തിച്ച് കൂട്ടി 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 ഇത് ചിന്തിക്കും തോറും നമ്മൾ മലിനമാകുവാണെന്ന കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾക്കറിയാമോ? നമ്മുടെ അകത്തെ മനുഷ്യന്റെ വായാണ് നമ്മുടെ മനസ്സ്. എന്താ പറഞ്ഞേ? അകത്തെ മനുഷ്യന്റെ കണ്ണാണ് നമ്മുടെ മനസ്സ്. അകത്തെ മനുഷ്യന്റെ വായാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യന്റെ ഉദരമാണ്. നമ്മൾ എന്താണോ മനസ്സിലിട്ട് ചിന്തിക്കുന്നേ, ഇതുപോലെയാണ് ഒരു ഭക്ഷണം നമ്മൾ വായിലിട്ട് ചവയ്ക്കുന്നത്. നമ്മുടെ വായിൽ ഇട്ട് നമ്മളൊരു ഭക്ഷണം ചവയ്ക്കുന്നു, ഒരു ഇറച്ചി ചവയ്ക്കുന്നു, ചവച്ച് അതിൻ്റെ നീരിങ്ങ് എടുത്തിട്ട് താഴേക്കിങ്ങ് ഇറക്കുന്നു. ഇതേപോലെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഹൃദയത്തിലേക്ക് നമ്മെ ഇറക്കുന്നു. അവിടെ ചെന്നാൽ പിന്നെ കാണൂല, വയറ്റിൽ ചെന്നാൽ പിന്നെ താൻ കാണത്തില്ല. താൻ അവിടെയുണ്ട്, സാധനം അവിടെയുണ്ട്. ഇതേപോലെ പ്രിയ മോനെ, മോളെ, നിന്റെയും എന്റെയും സഹോദരിയെ കുറിച്ചോ, സഹോദരനെ കുറിച്ചോ, ദൈവദാസനെ കുറിച്ചും കൂടെയുള്ളവനെ കുറിച്ചും ഒക്കെ എന്തൊക്കെ ചിന്തിച്ച് അനാവശ്യമായ കാര്യങ്ങൾ ഈ മൈൻഡിലിട്ട് ചിന്തിച്ച് അത് മൊത്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നുവോ അതോ അശുദ്ധമായി തീർന്നുവോ? അശുദ്ധമായി തീരുക. ദൈവപ്രസാദം നമ്മൾ അകലെയാ. നിങ്ങൾ ചോദിച്ചു, ആരും അറിഞ്ഞില്ലല്ലോ, പാസ്റ്റർ അറിഞ്ഞില്ലല്ലോ, അച്ഛൻ അറിഞ്ഞില്ലല്ലോ, സഹോദരി അറിഞ്ഞില്ലല്ലോ, ഭാര്യ അറിഞ്ഞില്ലല്ലോ, ഭർത്താവ് അറിഞ്ഞില്ലല്ലോ. എൻ്റെ മോനെ, ദൈവം മൊത്തം അറിഞ്ഞു. മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ദൈവം മനുഷ്യന്റെ ഉള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതാണ് മനുഷ്യന്റെ ആത്മാവ്. അത് ഉദരത്തിന്റെ അറകളെ മുഴുവൻ പരിശോധിക്കുന്നു. ഇപ്പൊ ഷാജി എന്താ ചിന്തിച്ചേ? ഇപ്പൊ ഷാജി ചിന്തിച്ചത് സണ്ണിബേറിനെ കുറിച്ചുള്ള തിന്മകളാണ്. മൊത്തം ദൈവത്തിന് കിട്ടി. ഇപ്പോ ഷാജി ചിന്തിച്ച എന്താ? അവളെ കുറിച്ചുള്ള തിന്മകളാ. മൊത്തം ദൈവത്തിന് കിട്ടി. അങ്ങനെയെങ്കിൽ പുണ്യം നിനക്ക് ദൈവപ്രസാദത്തിൽ വളരാൻ കഴിയില്ല.
നമ്മൾ വായിൽ ചവയ്ക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കും. നമ്മുടെ ഉദരത്തിലേക്ക് ഇറക്കുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഉദരമാണ് നമ്മുടെ ഹൃദയം, അവന്റെ വായാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിലിട്ട് നാം ചിന്തിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ ചവയ്ക്കുന്നത് മാറ്റണം. നീ എന്ത് ചെയ്യണം? ഇതാ പാപികളോട് കൂടെ കൂടരുത്, ദുഷ്ടന്മാരോട് കൂടെ നീ കൂടരുത്, പരിഹാസികൾ ഇരിപ്പിടത്ത് നീ ഇരിക്കരുത്. നീ രാപകൽ ദൈവത്തിന്റെ വചനം ചവയ്ക്കണം. 1-ാം സങ്കീർത്തനം പറഞ്ഞേ, രാപകൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ധ്യാനമായിരിക്കണം, എങ്കിൽ നീ കൃതാർത്ഥനാകും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കാരണം നീ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിന്നോട് കൂടെ ആരായിരിക്കണേ? ദൈവമായിരിക്കണേ. പകരം നീ ഇതാ അവളുടെ കുറ്റം ചിന്തിക്കുക, അവളുടെ കുറ്റം ചിന്തിക്കുക, ഇതാ അവളുമായി തിന്മ ചെയ്യുന്ന നീ ഹൃദയത്തിൽ സങ്കല്പിക്കുകയാണ്, അയാളുടെ സ്വത്ത് അടിച്ചു മാറ്റുന്നത് സങ്കല്പിക്കുകയാണ്. ഇതൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് മാറുകയും പിശാച് നിന്റെ കൂടെ കൂടുകയും നീ ഒരു ഫലമില്ലാത്തവനായി തീരുകയും നീ ചെയ്യുന്നത് പിശാച് തല്ലിപ്പൊളിക്കുകയും ചെയ്യും. പലരുടെയും പ്രവൃത്തി നന്നാകാത്തതിന്റെ കാര്യം ഇതാ. പ്രവൃത്തി നന്നാകുന്നില്ല. നിങ്ങൾക്കറിയാമോ, ജോസഫ് എന്ന് പറയുന്നൊരു കഥാപാത്രം പഴയ നിയമത്തിൽ സഹോദരന്മാരെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എവിടെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. മനുഷ്യർ തിന്മകളാ ചെയ്യുന്നത്, പക്ഷെ ദൈവം കൂടി ഒരു നന്മ ചെയ്തോണ്ടിരിക്കുക. പെട്ടക്കല്ല് എറിഞ്ഞിട്ട് ചിലര് പറയാറുണ്ട്, ബ്രദറെ ഒന്നുമില്ലായിരുന്നു, ബാത്റൂമിൽ വീണതാ, ഒന്നുമില്ല, ആൾ പെട്ടെന്ന് മരിച്ചുപോയി. ഇത് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ട് മരിക്കുന്നില്ല. ചിലരങ്ങനെയാ. കാരണം ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. എന്നാലും ഞാനും വൈഫും കൂടെ ലുലു സെന്ററിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക, എം ജി റോഡിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു അമ്മച്ചി സ്കൂട്ടറിൽ, മോനാന്ന് തോന്നുന്നു, പുറയിൽ അമ്മച്ചിയുണ്ട്. നല്ല തിരക്കാ. പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടി അവരെടുത്ത് ഒരു വണ്ടി വന്ന് ഒരൊറ്റ ഇടി ഇടിച്ച് അമ്മച്ചി തെറിച്ചുപോയി. എൻ്റെ വൈഫ്, ഞാൻ ശരിക്കും കണ്ടില്ല, വൈഫ് അയ്യോ തല കൈവച്ചു. എനിക്ക് വളരെ വിഷമായി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി പുഷ്പം പോലെ എഴുന്നേറ്റ് പോയിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവമേ ഒന്നും പറ്റിയില്ലല്ലോ അമ്മച്ചിക്ക്. അത് ഹെൽമെറ്റ് തെറിച്ചു പോയി അമ്മച്ചിയുടെ കയ്യിൽ നിന്ന്, ആഹാരത്തിൽ. ഇത് പൊട്ടക്കനിൽ എറിഞ്ഞിട്ട് ഒന്നും വരണില്ല. അവിടെ നിന്ന് പൊക്കിയെടുത്തു, അടുത്ത കച്ചവട സ്ഥലത്തായി. അവിടെ നേരെ നമുക്ക് കറക്റ്റായിട്ട് ഇതേ പോത്തിഫർ മേടിക്കാൻ നിൽക്കണം. പോത്തിഫറിന്റെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോയി. അവിടെ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുക. ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ട് ആരിരുന്നു? അപ്പൊ ദൈവം ഇരിക്കണമെങ്കിലേ അതിന് തക്കവണ്ണം ചിന്തിക്കണം. അല്ലാണ്ട് രാത്രി ജോസഫ് പോയിട്ട് മാറി നിൽക്കുമ്പോൾ പോത്തിഫറുടെ ഭാര്യ സങ്കല്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം കൂടി ഇരിക്കത്തില്ല. അതുപോലെ സഹോദരിയുടെ വീട് ഇടിഞ്ഞു വീഴിട്ടേയും സങ്കല്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ദൈവം കൂടി ഇരിക്കത്തില്ല. മറ്റുള്ളവനെ കുറിച്ച് തെറ്റായി ചിന്തിച്ചാൽ ദൈവം കൂടി ഇരിക്കത്തില്ല. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ചെയ്യുന്നത്. ഇവിടെ ജോസഫിനോടുകൂടെ ദൈവം കൂടിയിരുന്നു. ചുറ്റും പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ ജോസഫ് ചെയ്യുന്നതെല്ലാം കൂടിയിരുന്ന ദൈവം മനോഹരമാക്കി. ബൈബിൾ വചന, ജോസഫ് ചെയ്യുന്നതെല്ലാം കൂടിയിരുന്ന ദൈവം മനോഹരമാക്കി. എൻ്റെ മോനെ മോളെ, നീ ചെയ്യുന്നതൊക്കെ മനോഹരമാകുന്നോ? അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്റെ കൂടിയിരിക്കുക. ദൈവം കൂടിയിരിക്കണമെങ്കിൽ അന്തർഭാഗത്തെ സത്യം ഒരു ദൈവത്തിന് മാത്രം അറിയുള്ളൂ. എന്തായി ചിന്തിക്കണേന്ന്, എന്തായി ചിന്തിച്ച് കൂടണേന്ന്. അമ്മയായിട്ടുള്ള പ്രശ്നം പേര് ചിന്തിക്കുക, മുതുക്കി വരുന്നുണ്ട്, മുതുക്കി. പുറത്ത് വാഗോണ്ട് പറഞ്ഞില്ല, പക്ഷെ ഉള്ളി പറഞ്ഞ ദൈവത്തിന്റെ ഫേവർ നഷ്ടപ്പെടുകയാ. മോളെ, ഈ നാളുകളിൽ ദൈവത്തിന്റെ ഫേവർ ജീവിക്കണോ? നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ശുദ്ധമാകുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തയിൽ നാം വിശുദ്ധരായിരിക്കണം. ചിന്തയിൽ വിശുദ്ധരായിരിക്കണം. ചിന്തയിൽ വിശുദ്ധരായാൽ ഓട്ടോമാറ്റിക് വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധരായിത്തീരും. ചിന്തയിൽ വിശുദ്ധരായിരിക്കണം. അനാവശ്യമായത് എനിക്ക് ചിന്തിക്കേണ്ട, അനാവശ്യമായത് എനിക്ക് പറയണ്ട.
ഒരു തീരുമാനമെടുക്കണം. നമ്മൾ എത്ര വചനം ദൈവവചനം വാഗൊണ്ട് പറഞ്ഞാലോ അതിന് ശക്തിയില്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരേ വായിൽ നിന്ന് മധുരവും കയ്പും വരുന്നത് കൊണ്ടാണ്. അശുദ്ധമായ ഇതിനൊക്കെ നമ്മുടെ ചിന്തയിൽ ബ്ലോക്ക് ഇടണം. ചിന്തയിൽ ബ്ലോക്ക് ഇടണം. ഒരു വ്യക്തിയെക്കുറിച്ച് തിന്മ പറഞ്ഞ് നടക്കരുത്. ഒരു വ്യക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം നമ്മുടെ ചിന്തകൾ തെറ്റായതുകൊണ്ടാണ്. റൈറ്റായിട്ട് ചിന്തിക്കണം. ഇത് നമ്മൾ ഈ ഭൂമിയിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ എക്സിസ്റ്റൻസ് ചേഞ്ച് ചെയ്തിരിക്കുക. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ചിന്ത മാറ്റത്തിനു വേണ്ടി ഏറ്റവും മുൻഗണന കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ ചിന്താ മാറ്റം നടക്കുന്നത് ഒരുവന്റെ ശുദ്ധീകരണത്തിലൂടെയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാനായിട്ട് ഇടയാകണം. വായിച്ചേ സങ്കീർത്തനം 51:6. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം. ഇപ്പൊ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന്. ഇതൊരു വിവാഹം കഴിഞ്ഞൊരു നല്ലൊരു ഭാര്യയാണെങ്കിലുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞു വരുമ്പോൾ ഈ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ സ്പീഡിൽ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ മാറ്റം വരുത്തും. മാറ്റം വരുത്തിയിട്ട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങളെ സെറ്റ് ചെയ്യും. ഇവിടെ നമ്മ ദൈവപ്രസാദത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇവിടെ പറയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുറച്ച് നാൾക്കുള്ളിൽ ഇവൾ ഭർത്താവിനെ സ്നേഹത്തിൽ നേടും. അത് ആ സ്ത്രീ പണിതെടുക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം, ഇവിടെ ഭർത്താവിന്റെ ഇച്ഛയല്ല, ഇവിടെ കർത്താവിന്റെ ഇച്ഛയാ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. ഇനി ഒന്ന് കണ്ണടച്ചേ എല്ലാവരും. അന്തർഭാഗത്തിൽ യഥാർത്ഥത്തിൽ സത്യമുണ്ടോ എന്ന് അവനവനെ തന്നെ പരിശോധിച്ചേ. ദൈവം ഇച്ഛിക്കുന്നത് എൻ്റെ അകത്തുണ്ടോ? എല്ലാവരും സൂമിലായിരിക്കുന്നവർ, ഹോളിലായിരിക്കുന്നവർ, ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരും ദൈവം ഇച്ഛിക്കുന്നത് എൻ്റെ അകത്തുണ്ടോ? ഞാൻ എൻ്റെ സഹോദരനെ കുറിച്ച്, എൻ്റെ സഹോദരിയെക്കുറിച്ച്, എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് ഇച്ഛിക്കുന്നത് ദൈവം അറിഞ്ഞാൽ, ദൈവം അറിയുന്നുണ്ട് എന്നോട് ദൈവം എപ്രകാരമായിരിക്കും സംസാരിക്കുന്നത്, എന്നോട് എപ്രകാരമായിരിക്കും ഇടപെടുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ വ്യക്തിയെ ദുഷിച്ചത്, എൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് പക വെച്ചുകൊണ്ടിരിക്കുന്നത്, അവനവനെ തന്നെ ഒന്ന് വിരിച്ചാട്ടെ. അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവിച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഉണ്ടോ? ഒരുപക്ഷെ ഞാൻ പുറമേ അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കുന്ന ആളായിരിക്കാം, പരീക്ഷനെ പോലെ. പക്ഷെ എൻ്റെ അകം ചീഞ്ഞ് അഴുകിയിരിക്കുകയാണോ? ചെക്ക് അവർ സെൽഫ്. ഈ 3 ദിവസങ്ങൾ നമ്മുടെ ഉൾത്തളങ്ങൾ ദൈവം ഇച്ഛിക്കുന്നത് നിറയ്ക്കുവാൻ വേണ്ടി ദൈവം ഇച്ഛിക്കാത്തത് പുറത്ത് കളയുന്ന ദിവസങ്ങളായിരിക്കട്ടെ.
ദൈവം ഇച്ഛിക്കുന്നത് നിറയ്ക്കുവാൻ വേണ്ടിയും ദൈവം ഇച്ഛിക്കാത്തത് പുറത്ത് കളയുന്ന ദിവസമായിരിക്കട്ടെ. എൻ്റെ മേൽ ദൈവമാക്കി വെച്ചിട്ടുള്ള എൻ്റെ സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ആ സഹോദരിക്ക് നേരെ, ആ സഹോദരന് നേരെ കൈപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണോ? ചെക്ക് ഔട്ട് സെൽഫ്. എന്തെങ്കിലും മാറ്റം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ ഈ നിമിഷം അതിനുവേണ്ടി നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഗ്രോ ഇൻ ദ ക്രെഡിബിലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ക്രെഡിബിലിറ്റിയിൽ നമുക്ക് വളരാം. കണ്ണുകൾ തുറന്നാട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പലർക്കും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാ അധികാരവും ദൈവത്താൽ വരുന്നു. എന്താ പറഞ്ഞേ? അധികാരത്തോട് മറക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറക്കുന്നു. അധികാരത്തോട് മറക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറക്കുന്നു. ദൈവിക വ്യവസ്ഥയോട് നാം മറുതലിച്ചാൽ ദൈവപ്രസാദം നമുക്ക് നഷ്ടപ്പെടും. എപ്പോഴും ശ്രദ്ധിക്കുക ഈ കാര്യം. തുടർന്നുള്ള സെക്ഷൻ നമ്മൾ ചിന്തിക്കുക. ഇത് കുടുംബത്തിൽ, ഓഫീസിൽ, ചർച്ചിൽ, എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ അധികാര വ്യവസ്ഥയുണ്ട്. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നീട് നമുക്ക് ധ്യാനിക്കാം. ധ്യാനിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നാം ചവച്ചിറക്കുകയാണ്. ഒരിക്കല് സാറ ദൈവത്തിന്റെ വാഗ്ദത്വമൊക്കെ കിട്ടി, കുഞ്ഞുണ്ടാവുന്നു. പക്ഷെ കുഞ്ഞില്ല. സാറ ദൈവത്തെ സഹായിക്കാമെന്ന് വെച്ചു. ദൈവത്തെ സഹായിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. ദൈവത്തെ സഹായിക്കുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. ഇല്ലാത്ത ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞ് ദൈവത്തെ അങ്ങ് ഉയർത്തും. ദൈവം, ഞാൻ ചിന്തിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കണം. ഇവളെന്തായി കാണിക്കണേ? പിശാച് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ അങ്ങ് ഉയർത്തുകയാണ് അവളുടെ മുമ്പിൽ. സാറ ഇതേപോലെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് ദൈവത്തെ സഹായിക്കാൻ വേണ്ടി തനിക്കൊരു ദാസിയുണ്ട്, ഹാഗർ. ആ ഹാഗറിനെ, തനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഹാഗറിനെ ഗിഫ്റ്റായിട്ട് തൻ്റെ ഭർത്താവിന് കൊടുത്തു. നമ്മൾ ഈ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കത്തില്ലേ, ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഹാഗർ പ്രഗ്നന്റായി. ഉടനെ തന്നെ ഈ ലോകത്തിൽ നടക്കുന്ന നടപ്പനുസരിച്ച് ഹാഗർ സാറെ അങ്ങ് നിന്ദിക്കാൻ തുടങ്ങി. കാരണം യജമാനത്തിക്ക് ഇല്ലാത്തത് എനിക്കുണ്ടല്ലോ. അവൾ കർത്തൃത്വത്തെ നിന്ദിക്കാൻ തുടങ്ങി. ഉടനെ സാറയ്ക്കത് ബുദ്ധിമുട്ടായി. സാറ ഏറെ എന്ന് പറഞ്ഞു അബ്രഹത്തോട്, ഇങ്ങനെയാണ് സംഭവം, അപ്പൊ ഞാൻ പുറത്താകുന്ന ലക്ഷണമാണ്. അപ്പൊ അബ്രഹാം പറഞ്ഞു, അവൾ നിന്റെ ദാസിയാ, നിനക്ക് ഇഷ്ടമുള്ള പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അപ്പൊ സാറ ഇച്ചിരി കടുപ്പത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ ഹാഗർ എന്തെന്നറിയാമോ? അവളെ വിട്ടോടി.
അവളെ വിട്ടു പോവുക, വഴക്കിട്ട് പോവുക. അപ്പോ അകത്ത് എന്തായിരിക്കും ചിന്ത? അബ്രഹാം വന്ന് എന്നെ വിളിക്കും, സാറയെ പുറത്താക്കും, കാരണം ആ കുഞ്ഞ് എൻ്റെ അകത്താണല്ലോ കുഞ്ഞുള്ളേ, സാറയുടെ അകത്ത് കുഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനൊന്ന് വഴക്കിട്ട് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വിളിക്കുമായിരിക്കും. വേറെ അബ്രഹാം വിളിക്കും, ദൈവത്തിന്റെ അബ്രഹാം വിളിക്കില്ല. പോകുന്ന വഴിക്ക് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയാ, കാരണം ദൈവത്തിന്റെ ദൂതനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുക, സാറയുടെ ദാസിയായ ഹാഗറേ, നീ എവിടെ പോകുന്നു? വീട്ടിൽ മടങ്ങിപ്പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കുക. വീട്ടിൽ തിരികെ പോയി സാറയ്ക്ക് കീഴടങ്ങിയിരിക്കെ. നമ്മളും എല്ലാവരും അന്ന് കണ്ടെങ്കിലാ, വഴിക്ക് വെച്ച് ദൂതം കണ്ടതിന് പകരം എന്തായിരിക്കും? എന്നാലും എടി ഹാഗറേ, സാറ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ദുഷ്ട സ്ത്രീയാ അത്. എടി നീ പേടിക്കൊന്നും വേണ്ട, അബ്രഹാത്തിന്റെ കുഞ്ഞ് നിന്റെ ഉള്ളിലില്ലേ. നമ്മൾ ഉണ്ടായ കലഹത്തെ ഒന്നുകൂടെ വലുതാക്കി അത് മൊത്തം കീറി കൊടുത്തേനെ, നമ്മളെ നല്ലൊരു പങ്കും. പക്ഷെ ദൈവത്തിന്റെ ദൂതനായതുകൊണ്ട് എന്ത് ചെയ്തു? പോയി അധികാരത്തിന് കീഴടങ്ങിയിരിക്കുക. എൻ്റെ മോനെ മോളെ, മറ്റൊരു കാര്യം, ദൈവപ്രസാദം നഷ്ടപ്പെടുന്നതിൻ്റെ മറ്റൊരു കാര്യം, ദൈവം വെച്ച ആത്മീക അധികാരത്തിന്, ദൈവം വെച്ച ഭൗതിക അധികാരത്തിന് നാം കീഴടങ്ങിയിരിക്കാത്തതാണ്. എപ്പോഴും സഹനത്തിലൂടെയാണെങ്കിൽ, ഹാഗർ സഹിക്കുന്നുണ്ട്, സാറയെ സഹിക്കുന്നുണ്ട്, സഹനത്തിലൂടെയാണെങ്കിൽ കീഴടങ്ങിയിരിക്കെ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറക്കാൻ പോയാൽ ദൈവപ്രസാദം നഷ്ടപ്പെടും, നാം പലതിലും വീഴുവാനായിട്ട് ഇടയാകും. നാം വചനം ഒന്നും എടുത്ത് വായിച്ചില്ല. ഹല്ലേലൂയ. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കിത് കാണാം. നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ദൈവത്തിന്റെ പ്രസാദത്തിൽ വളരണം, എങ്കിൽ മാത്രമേ അന്ത്യകാലങ്ങളിൽ ദൈവം തനിക്കുള്ളതിനെല്ലാം കരുതും, ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെതായി ജീവിക്കണം. നമ്മുടേതായല്ല ജീവിക്കേണ്ടേ, നമ്മൾ ദൈവത്തിൻ്റെതായി ജീവിക്കണം. അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകണം. ഹല്ലേലൂയ. ധാരാളം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരുവന്റെയും രഹസ്യം വെളിപ്പെടുത്തരുത്. ഒരുവന്റെയും രഹസ്യം. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, പ്രത്യേകിച്ച് ദേവദാസന്മാർ ആരൊക്കെ എന്നെയൊക്കെ എവിടെയെല്ലാം കേൾക്കുന്നുവോ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളോട് ഒരു വ്യക്തി വന്നിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു തേർഡ് പേഴ്സണോട് പോയി പറയരുത്. ഈവൻ നിങ്ങളുടെ തലയണ പങ്കിടുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പോലും. ഹല്ലേലൂയ. കാരണം ദൈവം ആരെയും പരസ്യമായി അപമാനിക്കുന്ന ആളല്ല, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എന്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം? പാപത്തെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, പാപത്തിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റിയെടുത്ത് നല്ല പ്രൊഡക്റ്റീവാക്കി ആ വ്യക്തിയെ മാറ്റണം. കുഞ്ഞുങ്ങളെ, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അല്പസമയമേ ഉള്ളൂ. മാക്സിമം ദൈവത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായി തീരണം, പ്രൊഡക്റ്റീവായി തീരണം. ഞാൻ കുറേ നാളായി വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട്, ഇന്നലെ രാത്രി 1:30-2 മണിയായപ്പോൾ, 2 മണി കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു കൊച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട്, എൻ്റെ ഹൃദയം വലിയ ആഗ്രഹമായിരുന്നു, കുറേ നാളായി നിർത്തി വെച്ചത്, അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം കർത്താവ് എന്നെ അത് പഠിപ്പിച്ച് അനേക മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇടയായി. ഒരാൾക്കത് മറച്ചു വെച്ചില്ല. എന്തുകൊണ്ട്? ഗുണമുണ്ട്. അവരൊക്കെ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഹെവൻലി പോർഷൻ എനിക്കും കൂടിയുണ്ട്. കാരണം അതിൻ്റെ ദൈവം അതെല്ലാം ഇറക്കി വിട്ടത് എന്നിലൂടെയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ബി പ്രൊഡക്റ്റീവ് അറ്റ് എനി ടൈം, എപ്പോഴും. ഹല്ലേലൂയ. അതിൻ്റെ തലേദിവസം ഒരു പാട്ട് ഇതാ പുതിയതായിട്ടൊരു പൂർത്തീകരിച്ചു. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇന്നിപ്പോൾ നമ്മൾ പാടിയ പാട്ട് പൂർത്തീകരിച്ചു. ബി പ്രൊഡക്റ്റീവ്, ബി പ്രൊഡക്റ്റീവ്. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് നമ്മളിലൂടെ ഈ ഭൂമിയിലേക്ക് ഒരു വണ്ടർഫുൾ എക്സിറ്റ് ആയിട്ട് ഇരിക്കുവാനായിട്ടാണ്. ആരെങ്കിലും എവിടെയെങ്കിലും നോ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആ ശുശ്രൂഷയും കൂടെ നമ്മൾ, ദൈവമേ അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്തെടുക്കാൻ കഴിയും.
അത് എന്നെ ഏൽപ്പിക്കുക എന്ന കാലേബ് മെന്റാലിറ്റി നമുക്ക് വേണം. ആ മല ഇങ്ങതാ നേരെ, ഇതായിരിക്കും 40 വയസ്സിലുള്ള ആരോഗ്യം ഈ 80 വയസ്സിലും ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വിട്ടിട്ട് പോകുന്ന ദൈവിക പ്രവൃത്തികൾ പോലും ചെയ്തെടുക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ഇടയാകും. പക്ഷെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇഷ്ടമോ അന്തർഭാഗത്തിലെ സത്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ദൈവം നോക്കുമ്പോൾ, പിശാച് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരല്പം പോലും പാപത്തിന്റെ കളങ്കം, തിന്മയായ ഒരു മോട്ടീവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. എപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ തുറന്നിരിക്കണം. യേശു ഇങ്ങനെ പറഞ്ഞു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, പിശാച് വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെയായി തീരണം നമ്മൾ. പിശാചിന് നമ്മളിൽ ഒരു കാര്യവും ഇല്ല, സകല കാര്യവും ദൈവത്തിനായിരിക്കണം. ദൈവസന്ധ എഴുന്നേക്കാൻ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ശബ്ദ കാഴ്ച പരിധിയിൽ സൂമിലായിരിക്കുന്ന എല്ലാ മക്കളും നമ്മുടെ ജീവിതം ഇനി ലോകത്തിലൊരു സാധാരണ വ്യക്തിയുടെ ജീവിതമല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവപ്രസാദത്തിൽ ജീവിക്കണം. ദൈവപ്രസാദമുള്ള നോഹയെ ഈ ലോകത്തിൽ വന്ന ഏറ്റവും വലിയ ക്രൈസിസിൽ നിന്ന് ദൈവം വിടുവിച്ചു. മോനെ എന്നെയും നിങ്ങളെ വിടുവിക്കണമെങ്കിൽ അതേ ദൈവപ്രസാദത്തിൽ നാം നിലകൊള്ളുവാനായിട്ട് ഇടയാകണം. ഞാൻ കേട്ടു, ഹൃദയത്തിൽ വലകളും പാശങ്ങളുമുള്ള ആ സ്ത്രീയുടെ കയ്യിൽ നിന്നെയും എന്നെയും കുടുക്കുവാൻ പലതും കൊണ്ടാണ് അവൾ വരുന്നത്. എന്നാൽ ദൈവപ്രസാദമുള്ളവനെ ദൈവം അവളിൽ നിന്ന് രക്ഷിക്കും. പാപിയോ അവളാൽ പിടിക്കപ്പെടും. വളരെ സൂക്ഷിച്ച് ഈ നാളുകളിൽ, അപ്പാ ഞാൻ എത്ര സൂക്ഷിച്ചാലും എൻ്റെ സൂക്ഷ്മം അങ്ങാണ് എൻ്റെ കണ്ണ്, അങ്ങാണ് എൻ്റെ ചെവി, അങ്ങാണ് എൻ്റെ എല്ലാം. ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു. എന്നെ നയിക്കണമേ. യേശുവേ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ അങ്ങ് പിതാവിനെ ആശ്രയിച്ചു. അപ്പന്റെ ദൂതൻ വന്ന് അങ്ങയെ ബലപ്പെടുത്തി. ഏറ്റവും പ്രയാസകരമായ മരണം അങ്ങയ്ക്ക് ആസ്വാദ്യമായി മാറക്കത്തവണ്ണം ദൈവകൃപ അങ്ങയുടെ മേൽ വ്യാപരിച്ചു. ദൈവകൃപയാൽ മരണം ആസ്വദിപ്പാൻ അതങ്ങയ്ക്ക് കാരണമായി തീർന്നു. ക്രിസ്തുവേ, ഞാനും അങ്ങയുടെ പാദങ്ങളെ പിന്തുടരുന്നു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുവെ അനുഗമിക്കുന്നു, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. ദൈവപ്രസാദത്തിൽ വളരുവാൻ, അനുദിന ശുദ്ധീകരണത്തിലേക്ക് നീങ്ങുവാൻ എന്നെ സമർപ്പിക്കുകയാണ്. മക്കളെ, ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. നമ്മുടെ ബൈബിൾ ഡിഗ്രി അല്ല, നമ്മുടെ ബൈബിൾ ജ്ഞാനമല്ല. അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ പുതിയ സൃഷ്ടിയിലല്ലാത്ത ജ്ഞാനം നമ്മളെ നിഗളിയാക്കും. അക്ഷരം ചീർപ്പിക്കുന്നു, എന്നാൽ ആത്മാവോ നമുക്ക് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതുകൊണ്ട് ഒരാള് മാറിയ തലത്തിലേക്ക് മാറുവാൻ ഈ 3 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ എൻ്റെ മനസ്സെന്ന വായ് കൊണ്ട് ചവച്ചരച്ച് ഞാൻ എൻ്റെ ഹൃദയം എന്ന ഉദരത്തിലേക്ക് ഇറക്കിയിട്ടിരുന്നതിനെ എടുത്തു കളഞ്ഞ് ഒരു ജ്ഞാനമുള്ള ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി, ഭർത്താവിൻ്റെ അനിഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെ ഒരുക്കി വളരെ ചെറിയ സമയം കൊണ്ട് ആ ഭർത്താവിന് പ്രിയമുള്ളവളായി തീരുന്നത് പോലെ ഈ നാളുകളിൽ ദൈവത്തിന് പ്രിയമുള്ളവളായി തീരുവാൻ ദാനിയേലിനെ പോലെ ആ വിളി ഞാനൊന്ന് കേൾക്കാൻ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നോഹയെ പോലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ക്രെഡിബിലിറ്റി ഉള്ളവനായി തീരുവാൻ ഇതാ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സഭായോഗത്തിൽ ഞങ്ങൾക്ക് അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത് ജീവിതാന്ത്യം വരെ ഈ സന്ദേശം നിലനിൽപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും സഹായവും കൂട്ടായിരിക്കണമേ. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. കേട്ട വചനം ദീപം പോലെ ജീവിതാവസാനം വരെ അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നതുപോലെ സൂക്ഷിപ്പാൻ, ഈ വചനത്താൽ ഇവർ സൂക്ഷിക്കപ്പെടുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് തുടർന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ അങ്ങയുടെ കരങ്ങൾ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരുടെ അങ്ങ് തന്നെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും സ്വയം വെളിപ്പെടാതെ ക്രിസ്തുവിലുള്ള ഞങ്ങളിൽ അങ്ങ് തന്നെ വെളിപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണം. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസത്തിലൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യം അവരെ പിൻപിലേക്ക് വലിക്കുന്നുവെങ്കിൽ അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ആ മേഖലയിൽ അങ്ങയുടെ സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ആരെങ്കിലും രോഗികളായിട്ടോ ബലഹീനരായിട്ടോ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ സൗഖ്യം അവരെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അടിപ്രകാരമുള്ള സൗഖ്യം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുകയാ. പരിപൂർണമായി ഈ ജനം സൗഖ്യമുള്ളവരായി തീരട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ, സൗഖ്യമുള്ളവരായി തീരട്ടെ. ഇപ്പോൾ മാത്രമല്ല, ഈ ശബ്ദം ഇനിയും ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ വീണ്ടും കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതേ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവരുടെ സൗഖ്യമുള്ളവരാക്കി തീരട്ടെ. അവരുടെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വം പിതാവേ അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം ഇരുന്നാട്ടെ. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം.